നമസ്കാരം. മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുകയാണ്. മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള നിരവധി വീഡിയോസുകളുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള സംസാരം. പക്ഷേ ഈ നക്ഷത്രഫലം അവതരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ സംസാര ശൈലി തന്നെ എന്ത് ചെയ്തു? മാറിപ്പോയി. നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് മാറിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ദേവകഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ സംസാരിക്കാൻ പറ്റും. മാത്രമല്ല, അന്നത്തെ വീഡിയോസുകളിൽ ഭൂരിഭാഗം വീഡിയോസുകളും ബ്രഹ്മവിദ്യ പ്രകാരമുള്ള വീഡിയോസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇട്ട കാലത്ത് തന്നെ നന്നായിട്ട് ആ വീഡിയോസുകൾ കയറിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി, ലൈക്കും വളരെ കൂടുതലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അന്നത്തെ കാലത്ത്, അതായത് 23,000 20,000 ഒക്കെ സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് വീഡിയോസ് അതിലും എത്രയോ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ലക്ഷങ്ങൾ സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷെ വീഡിയോസുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറവ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോസിൽ വരുന്ന കമൻറ്റുകൾ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ കൂടുതലും വീഡിയോ ചെയ്തിട്ടുള്ളത്. ബ്രഹ്മവിദ്യ ദൈവികമായ അറിവുകൾ വിട്ടിട്ട് ജനങ്ങൾക്കാണല്ലോ ഇത് ആവശ്യം. അപ്പം ജനങ്ങൾ എന്തൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് പറയാനൊക്കെ കരുതി അങ്ങനെയുള്ള വീഡിയോസുകൾ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോസിൻ്റെ നിലവാരം പിന്നോട്ട് പോയി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, കമൻറ്റിൽ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാത്ത നിരവധി ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ചിലപ്പോൾ കമൻറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ അവർ നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഈ കമൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോസ് അധികം കയറുന്നില്ല. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ ആള് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അങ്ങനെ പോരാ ഇങ്ങനെ പോരാന്നൊക്കെ പറയും. നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. പക്ഷെ അപ്പോഴത്തേക്കും ആ വീഡിയോസ് ആദ്യം കണ്ടതിനേക്കാൾ കുറവാണ് ആളുകൾ പിന്നെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവികമായിട്ട് ഇനിയുള്ള വീഡിയോസുകൾ ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ പറയുക, എന്നിലേക്ക് ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ദൈവികമായിട്ട് വരുന്ന അത് കഥകളാവാം, അല്ലെങ്കിൽ നക്ഷത്രഫലമാവാം. എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക. വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നക്ഷത്രഫലം എന്ന് പറയുമ്പോൾ ഒരേ കാര്യം ആവർത്തിച്ച് പറയണം. അതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ പറയുന്നത് തന്നെയാണ് പറയുന്നതെങ്കിലും ഓരോ ദിവസത്തെയും നക്ഷത്രഫലമാണ്. പക്ഷെ അതിൻ്റെ അവതരണ ശൈലി കൊണ്ടും അതിൽ പറയുന്ന കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പം ആവർത്തിക്കപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. അത് കേൾക്കുന്ന ആളുകൾക്ക് ബോറടിക്കും. കേൾക്കുന്ന ആളുകൾക്ക് ബോറടിച്ചല്ലോ, എനിക്ക് ബോറടിക്കും. അങ്ങനെയുണ്ട്. ഞാനിടയ്ക്ക് അതിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കും. പക്ഷെ കൂടുതലും ദേവകർമ്മങ്ങൾ ഉള്ളത് കൊണ്ടുകൂടിയാണ്, പൂജകളൊക്കെ വരുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരു എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിൻ്റെ രീതികൾ ദൈവികമായിട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ജ്യോതിഷം എന്ന് പറയുന്നതൊക്കെ ഒരു ദേവശാസ്ത്രമാണ്. അതിലെപ്പോഴും ദൈവികത നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെയുള്ള വീഡിയോസുകൾ വരുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ട്. നക്ഷത്രഫലം, അതായത് അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ആളുകൾക്ക് മാത്രം ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം തന്നെ പരിശോധിക്കണം, പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പോൾ ഗ്രഹനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായം വെച്ചിട്ട് ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ വരാമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. പൊതുവായിട്ട് ഇന്ന നക്ഷത്രക്കൂറുകാർക്ക് കണ്ടശനിയുണ്ട്, ഏഴശനിയുണ്ട്, ജന്മശനിയുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ദിവസത്തെ നക്ഷത്രഫലം നമുക്ക് അറിയാനേ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മവിദ്യ പ്രകാരമുള്ള വീഡിയോസുകൾ കുറേ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴുള്ള ഗുണം വീഡിയോസുകൾ വളരെ കൂടി എന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ആളുകൾക്ക് പോസിറ്റീവായിട്ട് ലഭിച്ചിട്ടുമുണ്ട്. ആ രീതിയിൽ എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നു. പിന്നീട് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് ഇങ്ങനെ ഡെവലപ്മെൻ്റ് ആയ സമയത്ത് ഒരുപാട് ആളുകൾ എങ്ങനെയാണ് വീഡിയോസ് ഇത്ര കൂടുതൽ ആളുകൾ കാണുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചു. എനിക്കത് മനസ്സിലായത് ദൈവികമായിട്ടുള്ള ഒരു നമ്മുടെ സംസാരം കൊണ്ടും, രണ്ടാമത് ബ്രഹ്മവിദ്യയിൽ ചെയ്തത് കൊണ്ട്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അറിവ് എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഞാൻ ആ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എൻ്റെ ശൈലികൾ തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നു. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, ഇടയ്ക്ക് ചിരിക്കും, സംസാരിക്കും, പല കാര്യങ്ങളിലൂടെ പോകും. പക്ഷെ അന്നേരമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആളുകളുടെ നിർദ്ദേശം വന്നു, ഇങ്ങനെയൊന്നും ചെയ്യരുത് വീഡിയോസ്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്, അങ്ങ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, വീഡിയോസിൽ അങ്ങനെ നോക്കാൻ പാടില്ല. അപ്പം ഞാനിത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലേക്ക് മാത്രം നോക്കാമെന്ന്, അതായത് ഈ ക്യാമറ കണ്ണിലേക്ക്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതെന്തായി, അത് കൃത്രിമമായി. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ
മാധ്യമ സുഹൃത്തുക്കൾ, എനിക്കുള്ള സുഹൃത്തുക്കൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ എന്നോട് പറയും, പക്ഷെ അങ്ങ് ഇങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും, പിന്നെ ഇങ്ങനെ അനങ്ങാൻ പാടില്ല. അനങ്ങാൻ പാടില്ല മീൻസ് അധികം നമ്മളിങ്ങനെ ചലിച്ച് സംസാരിക്കില്ല എന്നൊക്കെ പറയും. കാരണം എഡിറ്റിങ്ങിന് അത് ബുദ്ധിമുട്ടായിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. അപ്പം നമ്മുടെ ചാനൽ വരുമ്പോൾ, അതായത് നമ്മുടെ തന്നെ എപ്പിസോഡ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വരുമ്പോൾ എങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ വിഷമമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഈ ഡെയിലി എപ്പിസോഡ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോസുകൾക്ക് ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എൻ്റെതായിട്ടുള്ള ശൈലികളായിരിക്കും. അതിന് മുമ്പുള്ള ശൈലികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അതായത് സറൗണ്ടിങ്ങിൽ നിന്നിട്ട് ഇതിങ്ങനെ ചെയ്യരുത്, അനങ്ങാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അപ്പം ഇത് രണ്ടും ഞാൻ താരതമ്യം ചെയ്ത് നോക്കി. നമ്മളെപ്പോഴും അബ്സർവ് ചെയ്യും, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ പറയുന്നത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ കരുതി. അങ്ങനെ അതിനെയൊക്കെ ഫോളോ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്, മുൻപത്തെ വീഡിയോസുകളും ഇപ്പോഴത്തെ വീഡിയോസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അന്നുള്ള വീഡിയോൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ വീഡിയോസിന് ഇല്ല എന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈശ്വരൻ തരുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. മറ്റേത് നിർദ്ദേശങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ ഡെവലപ്മെന്റ് ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് ഭഗവാന്റെ. അങ്ങനെ ഈശ്വരൻ നമുക്ക് തരുന്ന അറിവിനെയാണ് ശരിക്കും നമ്മൾ ബ്രഹ്മവിദ്യ എന്ന് പറയുക. അതിൻ്റെ എനിക്ക് തോന്നുന്നു കുറേ എപ്പിസോഡ് ഞാൻ ചെയ്തു ഈ ബ്രഹ്മവിദ്യ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് നന്നായിട്ട് ഡെവലപ്മെന്റ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബ്രഹ്മവിദ്യയിലെ ചെയ്യുന്നത്. അപ്പം എന്താ ബ്രഹ്മവിദ്യ, അപ്പം അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തു. പക്ഷെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര എളുപ്പത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ്, കാരണം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ വരുന്ന കാര്യങ്ങളാണല്ലോ എല്ലാ ആളുകളും കാണുള്ളൂ, മറ്റേത് അധികം ആളുകൾ കാണില്ല. ബ്രഹ്മവിദ്യ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടാണ്. പക്ഷെ ബ്രഹ്മവിദ്യ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമാണ് പറയുമ്പോൾ. നിങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ സാധാരണ ഒരു നക്ഷത്രഫലം പറയുന്ന പോലെയാണോ ശരിക്ക്, ആ ഒരു ശൈലിയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ ശരിക്കുള്ള ഒരു ശൈലി തന്നെയാണോ ഇഷ്ടം എന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് ചിരിക്കാൻ പറ്റും, നമുക്ക് അങ്ങോട്ടോട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അന്നത്തെ കാലത്ത്, അതായത് കുറേ വർഷം മുന്നേ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളുണ്ടാവും. എപ്പോഴും ആള് പറയുന്ന വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുക. എൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങളുടെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആളുകൾ പറഞ്ഞു തരുന്ന വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയാണ്. അതെനിക്ക് തോന്നുന്നു അത് കൺവേർട്ട് ആയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. പിന്നെ ഒരു ടൈം വന്നപ്പോൾ പറഞ്ഞു, സാറേ ആളുകൾക്ക് ഉപകാരമുള്ള വീഡിയോ ചെയ്യണം, അങ്ങനെ കമൻറ്റ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, അപ്പം ഞാൻ ഇതുവരെ ചെയ്തത് ഉപകാരമില്ലാത്ത വീഡിയോ ആണോ, ദൈവികമാണെങ്കിൽ ഉപകാരം. അപ്പം അങ്ങനെ ഞാൻ നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടു. അതൊക്കെ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ബ്രഹ്മവിദ്യയിലുള്ള വീഡിയോകളുടെ അത്രയും ആളുകൾ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ആരാണെന്നുള്ളത് ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്തു. അങ്ങനത്തെ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളുണ്ട്. ചില സമയത്ത് സംസാരം കേൾക്കാൻ പറ്റും. അത് ഒരു ലേഡി ശബ്ദമായിട്ടോ ജെൻസിന്റെ ശബ്ദമായിട്ടോ ഒക്കെ ആയിരിക്കും കേൾക്കുന്നുണ്ടാവും. ആണ് ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ ഭഗവാനായിട്ടത് മനസ്സിലാക്കുക. പെൺ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ സാക്ഷാൽ ദേവിയായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അറിവ് പല രീതിയിലാണ് സമൂഹത്തിൽ, പല ടൈപ്പ് അറിവുകളുണ്ട്. അതിൽ 3 തരം അറിവുകളുണ്ട് ലൈഫിനെ സക്സസ് ആക്കാൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തെ അറിവ് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതായത് നമ്മളൊരു കാര്യം പഠിക്കുന്നു, ഒരു കാര്യം പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മളത് പഠിക്കുക. അതാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്ന അറിവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതലും പഠിക്കുന്നതെല്ലാം നമ്മളൊരു കർമ്മം കറക്റ്റായിട്ട് ചെയ്യാനാണ്. അറിവിന്റെ നിർവചനം തന്നെ അങ്ങനെയാണ് പറയുക. അതായത് ഏതൊരു കർമ്മവും യഥാർത്ഥ ശരിയായിട്ട് ചെയ്യാൻ നമ്മൾ പരിശീലിക്കുന്നതാണ് അറിവെന്ന് പറയുന്നത്. രണ്ടാമത്തെ അറിവെന്ന് പറഞ്ഞാൽ, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അങ്ങനെ ഒരു അറിവുണ്ട്. മൂന്നാമത്തെ അറിവുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിയില്ല, ഈശ്വരനെ അറിയത്തുള്ളൂ നമ്മൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതിന് കുറേ ഉപകഥകളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് തിരിയില്ല എന്നുള്ളതുകൊണ്ട്. കഥകൾ പറയുമ്പോൾ ബോറടിക്കും. കഥ ഞാൻ പറയും, പക്ഷെ എന്നുവെച്ചാൽ പേരും ഓരോന്നും എടുത്ത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് ചോദ്യങ്ങളും ആളുകൾ ആ സമയത്തിനോട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ലൈഫിൽ ഏറ്റവും പ്രത്യേകത എന്തൊക്കെയാണ്, ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്,
എങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ദൈവചൈതന്യം ഉള്ളത് എന്നുള്ളത്. ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, അല്ലെങ്കിൽ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നല്ലൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് കേട്ടാൽ ഒട്ടും ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ആളുകൾക്ക് മനസ്സിലാവും പാട്ട് നല്ല രസമുണ്ടെന്ന്. നല്ല രസമുണ്ടായിരുന്നു പാട്ട് നമ്മൾ പറയും. ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്കും അറിയാം, അതിന്റെ വശങ്ങൾ കൂടുതൽ അറിയാം. പക്ഷെ ഒന്നും പഠിക്കാത്ത ആളും പറയും നല്ല പാട്ടായിരുന്നു. ശ്രുതി തെറ്റി കറക്റ്റ് അല്ലാണ്ട് പാടിക്കഴിഞ്ഞാൽ ആളുകൾ പറയും ഒരു ഗുണം ഉണ്ടായിരുന്നില്ല ആ പാട്ട് എന്ന് പറയും. അതിന് ശാസ്ത്രീയ സംഗീതം പഠിക്കണ്ട. അതായത് ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ദൈവികതയും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ദൈവികമായൊരു പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ നമുക്ക് വരും. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക, നല്ല ശരീരത്തിൽ നല്ല മനസ്സോടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ ആളായി തീരാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറയില്ലേ നല്ല ഭംഗി ഉണ്ടാവും. ഈ മാതൃകത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഭംഗി ഉണ്ടാവും എന്ന് പറയും. ഇപ്പൊ കൂടുതലും ഈ കൃഷ്ണനെയൊക്കെ പൂജിക്കുന്നതിന്റെ ഒരു തത്വം പ്രകാരം പറയും, നമ്മൾ എന്തിനോടാണോ ചേർന്നിരിക്കുന്നത് അതിന്റെ ഒരു സ്വഭാവം നമുക്ക് കിട്ടുമെന്നാണ് പറയും. കൃഷ്ണൻ ഭയങ്കര ഭംഗിയുള്ള ആളായിട്ടല്ലേ പറയുക. അത് ഉദ്ധവര്, ഇത് കൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്നു ഉദ്ധവരെ കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നുണ്ട്. കൃഷ്ണൻ ഉടുത്തു വെച്ച ചേല എടുത്തിട്ട് ഉദ്ധവര് ഉടുക്കും. കൃഷ്ണൻ കഴിച്ച ഭക്ഷണം ഉദ്ധവര് കഴിക്കും, കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണം. ഉദ്ധവരെ കാണുമ്പോൾ കൃഷ്ണനെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട് ഒരു സമയത്ത്. അപ്പൊ ആദ്യം കാണുമ്പോൾ കൃഷ്ണനെ കാണുന്ന പോലെ ഉദ്ധവരെ കാണുന്നവര്, കൃഷ്ണനെ പോലെ തോന്നുന്ന പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു കാലത്ത് കലിയുഗത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഏതൊരു ദേവനോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ ആളുകൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പം ഈ കൃഷ്ണനെ പൂജിക്കുന്നതിന്റെ ഒരു ബേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കണ്ണനെ പൂജിക്കുമ്പോൾ നമ്മളെ സൗന്ദര്യം വർദ്ധിക്കുന്ന പറയുന്നത് ഫസ്റ്റ്. എല്ലാവരും ഇന്നത്തെ കാലത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഒരുപാട് ക്രീമുകളുണ്ട്. നമ്മൾ ഭയങ്കര എന്താ പറയുക, ശരീരം ഭയങ്കര സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ സൗന്ദര്യം നമുക്കറിയാം, ബാഹ്യമായിട്ടുള്ളതാണ് സൗന്ദര്യം നമ്മൾ പറയുന്നെങ്കിൽ നമുക്കൊരു ആന്തരിക സൗന്ദര്യമുണ്ട്. നമ്മൾ മനസ്സിന്റെ സന്തോഷവും അതിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഭഗവാനെ പൂജിക്കും തോറും മനസ്സിന് സന്തോഷം വർദ്ധിക്കും. എങ്ങനെയുള്ള പൂജയാണെങ്കിൽ, വിശ്വാസപൂർണ്ണമുള്ള പൂജയാണെങ്കിൽ, പൂർണ്ണ വിശ്വാസം നമ്മളതിന് പറയാം. നമുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ പറയുന്നത് ഈ ഭക്തിക്ക് പല നിർവചനങ്ങളുണ്ട്. അതിൽ ആദ്യം പറയുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ബഹുമാന പുരസരമുള്ള ഒരു കാര്യമാണ്. ഭക്തിയുടെ തലം പിന്നെ മുന്നോട്ട് പോകും. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. ശരിക്കും അത് ആരോടുണ്ടെങ്കിലും അതൊരു ഭക്തിയാണ്. ഇപ്പൊ പ്രണയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിർമ്മലമായ പ്രണയം നമ്മൾ പറയും. അതായത് നമ്മളൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെയാണ് പ്രണയം. ശരിക്കും അതൊരു തലം, ആ നിർമ്മലമായ ഒരു തലമുണ്ട്. ആ തലത്തിൽ നിൽക്കുമ്പോൾ പ്രണയം നല്ലതാണ്, അതുകൊണ്ട് പോസിറ്റീവ് ഉണ്ടാവും. പക്ഷെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രണയം എന്തായി മാറും? നെഗറ്റീവായിട്ട് മാറും. ഇതേപോലെയാണ് ഇപ്പം ഭഗവാനോട് നമ്മൾ നിസ്വാർത്ഥമായ ഭക്തി, ഒരു പ്രണയം ഉണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം നമുക്ക് കിട്ടും. നമുക്കറിയാലോ പ്രണയ കാലഘട്ടമാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് ചില ആളുകൾ പറയും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാലമായിരിക്കും, അവർക്ക് അവരിൽ തന്നെ സൗന്ദര്യം വർദ്ധിക്കുന്ന കാലമാണ്. ഇതേപോലെ നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു സ്നേഹത്തിനെയാണ് ശരിക്ക് ഭക്തി എന്ന് പറയും. അതാണ് ഭഗവാനോടുള്ള പ്രണയം നമ്മൾ പറയും. രാധാറാണിക്ക് ഭഗവാനോടുള്ള പ്രണയം എന്നൊക്കെ പറയാൻ കാരണം ആ ഒരു നിസ്വാർത്ഥ സ്നേഹം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗന്ദര്യമൊക്കെ വർദ്ധിക്കും. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പൂജകളുണ്ട്, പല ദേവീദേവന്മാരെ നമ്മൾ ആരാധിക്കും. അതിൽ സൗന്ദര്യ പൂജയുടെ ഭാഗമാണ് ശരിക്കും ഭഗവാനെ പൂജിക്കുക. ഭഗവാൻ അത്രയും സുന്ദരനായിരുന്നു എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന സൗന്ദര്യത്തിനകത്ത് കളറിന് പ്രാധാന്യമേ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് കളറിന് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ പൂജയിൽ എന്തില്ല? കളറിന് പ്രാധാന്യമില്ല. കാരണം ഭഗവാൻ കറുപ്പ് വർണ്ണമാണ്. ശരിക്കും കാർമുകിൽ വർണ്ണം എന്നല്ലേ നമ്മൾ പറയാം, കാർമുകിൽ. അത് കരിനീലയായിട്ടും കറുപ്പായിട്ടും പച്ചയായിട്ടും പച്ചയായിട്ടും അങ്ങനെ പല രീതിയിൽ പറയും. പക്ഷെ കറുപ്പ് വർണ്ണമാണ്. അപ്പൊ കറുത്ത നിറത്തോടു കൂടി ഇരിക്കുന്ന ഭഗവാനെ ഇത്ര ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ കറുപ്പിന്റെ അഴക് ഭയങ്കര എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കും കറുപ്പ് ഭയങ്കര ഇഷ്ടം. കറുത്ത ആളുകൾ ഭയങ്കര ഇഷ്ടം. ഞാനൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കായിരുന്നു കറുത്ത ഒരാളെ കല്യാണം കഴിക്കണം, കറുത്ത കുട്ടിയെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്ന അങ്ങനെ കറുത്ത കുട്ടികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ചിലർക്ക് തിരിച്ചായിരിക്കും, എനിക്കറിയില്ല അതിന് അടുത്തൊരു ഓരോ ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ചൈതന്യം വർദ്ധിക്കും. ഭഗവാനെ പൂജിക്കുന്ന സമയത്തൊക്കെ ചൈതന്യം വർദ്ധിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇല്ലാത്തൊരു ചൈതന്യമായിരിക്കും ഞാനിത് പറയാൻ പിന്നിലുണ്ടാവും. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ പറയും നമ്മൾ എന്താ പറയുക ഫോട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. മുമ്പത്തൊക്കെ വെറും സാധാരണ ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന
വീഡിയോസുകളാണ്. അതിനകത്തൊന്നും എഡിറ്റിംഗ് ഒന്നും തന്നെ കാര്യമായിട്ടില്ല. എനിക്കൊന്നൊരു പഴയ ഫോൺ തന്നെ പറയാം. ആ ഫോൺ തന്നെ വലിയ ക്വാളിറ്റി ഉള്ളതല്ല. ഇപ്പോൾ ഉള്ള ഫോണും ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ഹൈ ടെക്നോളജി ഒക്കെ ഉണ്ട്. അപ്പം ഞാനിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ചെയറിലാണ് സാധാരണ സംസാരിക്കുന്നത്. അപ്പം അതിനെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ സംസാരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ലോ റേഞ്ച് ഫോണാണ്, വലിയൊരു റേഞ്ചിലുള്ള ഫോണൊന്നുമല്ല. അപ്പം അതിലുള്ള വീഡിയോസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് അതിൽ കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ അതിനകത്തുള്ളൂ. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു സന്തോഷമാണ് അതിൻ്റെ കാരണം. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്നുള്ളത്. ഇത് പറഞ്ഞതോടുകൂടി തന്നെ കറണ്ട് പോയി. അപ്പൊ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും കറണ്ടിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്, ചിലങ്ങനെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇരുട്ടാണെങ്കിൽ ഇവിടെ നല്ല ഇരുട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു അരണ്ട പ്രകാശനകത്തൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനത്തെ കേട്ടോ. അതായത് ഈ റൂമിൽ ലൈറ്റിങ് ഓഫ് ആക്കും. എനിക്ക് ഇത്രയും ലൈറ്റ് പറ്റൂല, മുകളിൽ നിന്ന് ഭയങ്കര പ്രകാശമാണ്. എന്നിട്ട് പുറത്ത് അപ്പുറത്തെ റൂമിൽ ലൈറ്റ് ഇടും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടം വരുമല്ലോ. അങ്ങനെയാ ചെയ്യുക. കഴിഞ്ഞ സാറ് ചോദിച്ചത് എന്തൊരു പുകമറ പോലെ കാണുമ്പോഴേ ശരിക്കും. അപ്പൊ എൻ്റെ കൂടെയുള്ള ആള് എന്നോട് ഓരോന്ന് ചോദിക്കും, എന്നോട് പറഞ്ഞു തരും. അപ്പൊ ഭഗവാൻ നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് തരുന്നുണ്ട്, ഒപ്പം നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു വന്ന കറണ്ട് പോയപ്പം വേറെ ഇതിലേക്ക് പോയി. ഭഗവാന്റെ നിറത്തെക്കുറിച്ചായിരുന്നു. ഇപ്പം ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് ആളുകളെ കുറിച്ച് പണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കറുത്തവരെ ഭയങ്കര ഇഷ്ടമാണ്, ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാധാറാണി പിന്നീട് കറക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പറയുന്നത്. അങ്ങനെ രാധാറാണിയുടെ ആഗ്രഹം പോലെ തന്നെ മരണകാലമായ സമയത്ത് രാധാറാണി കരി പോലെ കറുത്തെന്ന് പറയും, ഭഗവാനെ പോലെ കറുത്തെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറുപ്പ് അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന കണ്ണൻ നമുക്ക് തരുന്നത് എന്താ? വെണ്ണ പോലത്തെ ചൈതന്യമാണ്. എവിടെയാ ചൈതന്യം തരുന്നത്? നമ്മുടെ ശരീരത്തിനാണോ അല്ല മനസ്സിലാണോ? ആ മനസ്സിൽ ചൈതന്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെണ്ണ പോലെ ആവും. അപ്പൊ നമുക്ക് വേറെ ആളെ പോലെ ആവാന്നുള്ളതല്ല, നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മളെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അതാണ് കൃഷ്ണനെ എല്ലാവരും പൂജിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിക്ക് ഗോപികമാർ ഏറ്റവും കൂടുതൽ, അതായത് വിവാഹപ്രായമാകുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ പൂജിക്കും. കാരണം അവരുടെ ചൈതന്യം ഭയങ്കരമായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ശരിക്കും. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കും. സയന്റിഫിക് ആയിട്ടൊന്നും തെളിയിക്കാൻ ഉള്ള ഇതില്ല. ഇത് ശരിക്കും അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. എനിക്കൊന്ന് ജ്യോതിഷമായിരുന്നാലും മറ്റ് ദൈവിക കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭക്തിക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അതായത് പൂർണ്ണ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്വാർത്ഥമായ സ്നേഹം. നമുക്ക് ആ വിഗ്രഹം, ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണ വിഗ്രഹം കാണുമ്പോൾ കുഞ്ഞിലെ തന്നെ ഭയങ്കര അട്രാക്ഷനാണ് അതിനോട്, ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നത്. അത് മുൻജന്മ കർമ്മങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഇത് വരുന്നത്. പിന്നെ അത് അതിന്റെ തലം വളരെയാണ് ചെയ്യുക. ഇവിടെ AC ഒന്നും ഇല്ല കേട്ടോ, പക്ഷെങ്കിൽ ഫാൻ ഉണ്ടായിരുന്നു, ഫാനും നിന്നും. ഈശ്വരന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ശരിക്കും നമുക്ക് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകണം. ഭഗവാൻ കറുപ്പാന്ന് പറഞ്ഞതോടുകൂടി ഞാൻ കറുപ്പായി മാറി. കാരണം വെട്ടമൊക്കെ പോയല്ലോ ശരിക്ക്. ഇപ്പൊ നമ്മൾ കറുപ്പ് മീൻസ് ഫുൾ ഇരുട്ടായി മാറി. ഭഗവാൻ ജനിക്കുന്നതന്നെ അങ്ങനെയല്ല, ഒരു എന്താ പറയുക, കാരാഗ്രഹത്തിലല്ലേ ജനിക്കുന്നത് യഥാർത്ഥത്തിൽ. അങ്ങനെയാണ്. എന്നാലും ആ ഭഗവാന് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ കഴിയും. അതാണ്. അപ്പൊ എനിക്ക് ഈ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് കറുത്തവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. എന്നിട്ട് ഭഗവാനോടുള്ള ഇഷ്ടമാണത്. ശരിക്കും നമ്മൾ ഓരോന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ ഒരു മൈൻഡാണ് ശരിക്കും. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഭക്ഷണത്തിനോട് കൂടുതൽ പോസിറ്റീവ് തോന്നും. എന്നുവെച്ചാൽ കണ്ടമാനം ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, നല്ല ഫുഡുകൾ കഴിക്കുക. വെണ്ണ, തൈര്, നെയ്യ്, പാല്, ഇതൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ഇത് തോന്നും. പാലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓൾറെഡി വെട്ടമാണ്. ഇപ്പൊ ബ്രഹ്മവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്നതായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇനി ചെയ്യുന്ന ഓരോ ദിവസത്തെ എപ്പിസോഡുകളിലും ദൈവികമായിട്ടാണ് സംസാരം. ആ സംസാരത്തിൽ നമ്മൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നന്മകളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് നന്മയോട് ചേരാനുള്ള ഒരവസ്ഥ രൂപപ്പെടും. അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, ദേവകർമ്മങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ചില എപ്പിസോഡിലൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറയാറുണ്ട്. അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യാം. നല്ല കമൻറ്റുകൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. കമൻറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഇത് കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഇത് കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോസിൽ കമൻറ്റുകൾ വളരെ കുറച്ചാണ്. അതുകൊണ്ട് കമൻറ്റിനെ ആശ്രയിച്ചല്ല ഇനി മുന്നോട്ട് പോകുന്നത്, ദൈവികമാണ്. ഭഗവാൻ എന്താണ് പറഞ്ഞിരുന്നത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ദേവകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതായത് ദേവപൂജയിലാണുള്ളത്. കുറേ ആൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തതെന്ന്. അതിന് കാരണം ദേവകർമ്മങ്ങൾ ചെയ്യുകയാണ്, പൂജയിൽ തന്നെയാണ് ഉള്ളത്.
അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് മടിയുണ്ട് വീഡിയോസ് ചെയ്യാനൊക്കെ. മടി എന്ന് പറയുമ്പോൾ വീണ്ടും പോയി കണ്ട നെഗറ്റീവ്സ് പറയുമ്പോൾ നെഗറ്റീവിലേക്ക് പോകും. അപ്പം മടി എന്താ കാരണം എന്ന് വെച്ചാൽ ഭഗവാനെ പൂജിച്ചിരിക്കുന്ന സമയമാണ്. ശരിക്കും കലിയുഗമാണ്, വളരെ മോശം കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഓരോ ദിവസത്തെയും വാർത്തകൾ എടുത്ത് നോക്കിയാൽ അത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രം പോരല്ലോ, നമ്മളും എന്ത് ചെയ്യണം, ഇതൊന്നും നമ്മളെ ബാധിക്കാതെ അഥവാ കലി ബാധിക്കാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്ത് പോകണം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് കാര്യമായിട്ടൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല, കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ കേട്ട് തലവുലക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്കൊരു സന്തോഷമാണ്. എനിക്കെപ്പോഴും കൂടുതൽ ആൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കൂടുതലാണ്. അങ്ങനെയുണ്ട് ചിലർക്ക് അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതലായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഒരാൾ നമുക്ക് കിട്ടണ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതാദ്യം പറയാം. അപ്പം അതങ്ങനെയാണ്. അപ്പം ബ്രഹ്മവിദ്യയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാം. അത് നമുക്ക് കൂടുതലും ഗുണം ചെയ്തേക്കാം. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെയുള്ള ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയായിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ ഡെയിലി എപ്പിസോഡുകൾ ഇനി ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ നക്ഷത്രഫലം ചെയ്യില്ല എന്നുള്ളൊരു അർത്ഥമൊന്നുമില്ല. പക്ഷെ ബ്രഹ്മവിദ്യയിലുള്ള എപ്പിസോഡുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭഗവാനെ വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നക്ഷത്രഫലം പറയാനൊക്കെ. പക്ഷെ ആളുകൾ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെടുകയും ഭഗവാന് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമയായിരിക്കും എന്ന് കരുതി അങ്ങനെ പറയുകയും ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് മീനമാസം തീരാൻ പോവുകയാണ്. ഇനി മേടം ഒന്ന് തുടങ്ങി. ഇപ്പം നക്ഷത്രഫലമാണെങ്കിൽ നമ്മൾ വിഷുഫലമൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ നക്ഷത്രഫലത്തിനെ ആശ്രയിക്കാതിരിക്കുകയാണ് നല്ലത്. പരമാവധി നമ്മൾ ജനനസമയം മനസ്സിലാക്കിയിട്ട് ആ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രഹനില മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുക. അതാകുമ്പോൾ നമുക്ക് കൃത്യം അറിയാൻ പറ്റും. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, ആപത്തുകളുണ്ടോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെറുതെ കേൾക്കാം. പണ്ടൊക്കെ നമ്മളിങ്ങനെയല്ലേ പഠിക്കുന്ന കാലത്ത് ഈ ആഴ്ചയിൽ ഭക്തിയിലൊക്കെ വരും, വീക്കിലിയിലൊക്കെ ഈ നക്ഷത്രഫലം വരും. അപ്പോൾ അതിങ്ങനെ വെറുതെ കേൾക്കും, ഒരു രസം. ഇപ്രാവശ്യം ലോട്ടറി അടിക്കും, അല്ലെ ഭാഗ്യമുണ്ട് നിർഭാഗ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടുപോകും. പക്ഷെ കുറച്ചുകൂടെ നല്ലത് നമുക്ക് നമ്മുടെ കാര്യം അറിയുന്നതാണ്. എന്നാൽ കൃത്യമായിട്ട് നമുക്കത് അറിഞ്ഞ് മനസ്സിലാക്കി പോകാൻ പറ്റും. അപ്പോൾ ബ്രഹ്മവിദ്യ പ്രകാരമുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുക. ഇത് വെറുതെ കുറച്ചുകൂടെ നിങ്ങളോട് ഇരുന്നെന്ന് മാത്രം കരുതിയാൽ മതി. ഒരുപാട് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ ചാനലിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് സംസാരിക്കാനും കൂടെ ഒരു ഉപാധിയാണ്. ഈ സബ്ജക്റ്റ് മാത്രം സംസാരിച്ച് പോകുമ്പോൾ നമുക്കൊരിക്കലും അവരോട് ഈ രീതിയിലൊന്നും സംസാരിക്കാൻ സമയം കിട്ടില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ എത്രയേ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നല്ല കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ ചില എപ്പിസോഡ് ചെയ്തതിന് ശേഷമാണ് പണ്ടൊക്കെ കാതലായിട്ടുള്ള എപ്പിസോഡുകൾ എനിക്ക് പിന്നീട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊരു കുട്ടിയെ പോലെ ശരിക്കൊരു പുതിയ ഒരു ചാനൽ പോലെ അല്ലെങ്കിൽ പുതിയൊരു എപ്പിസോഡ് പോലെ ഇത് തുടങ്ങുകയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില സമയത്ത് ചിലത് ബ്രേക്ക് ചെയ്യേണ്ടി വരും, ചില തുടങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം പുതിയ ഒരു വിഷയമായി വീണ്ടും കാണാം. ഇന്നത്തെ പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ അറിയാണ്ട് പറയുന്നതാണെങ്കിൽ പിന്നെ രക്ഷയില്ല, ദൈവികമായിട്ടങ്ങ് പറഞ്ഞു പോകും. പക്ഷെ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ പറയാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കും. നല്ല ആളുകളുമായിട്ട് നമുക്ക് സംസർഗം ഉണ്ടാവാൻ അത് കാരണമാകും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയായി ഓരോ ദിനവും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കാനും അത് അനുവർത്തിക്കാനും ഒക്കെ ആളുകൾ തയ്യാറാവുന്നതും ഇന്ന് ഒരുപാട് ആളുകൾ അതിലേക്കൊക്കെ വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ മാനസിക സന്തോഷവും ശാരീരിക സുഖമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. അപ്പം ശാരീരിക സുഖം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും ഭഗവാനെ ഭജിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് മുക്തരായിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിന്റെ സന്തോഷം കൊണ്ടും മനസ്സിന്റെ നന്മകൾ കൊണ്ടും അതിനെയൊക്കെ തരണം ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പം സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തായി തീരണമോ അതായി തീരാൻ സാധിക്കും, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനൊരു കറക്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഹരേ കൃഷ്ണ.